നമുക്ക് കോഴിക്കോട് കേസ്, മാമി കേസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയ പരാതിയിലെ ഒരു പ്രധാന വിഷയം മാമി കേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് IDGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അന്വേഷണം ആരംഭിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ശ്രീ വിക്രം, അദ്ദേഹത്തിനായിരുന്നു ഇതിൻ്റെ ഇൻചാർജ്. 2-3 ദിവസം അദ്ദേഹം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോയതായിരുന്നു. പക്ഷേ പുതിയ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ മാമിയുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലിനും ആ 3 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ അവർ തൃപ്തരായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിലനിർത്തി ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവർ MLA എന്ന നിലയ്ക്ക് എനിക്ക് റിക്വസ്റ്റ് തന്നിരുന്നു. പോലീസിന് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് IDGP ക്രൈംബ്രാഞ്ച് MLA എന്ന നിലക്ക് ഈ കേസിലുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ക്രൈംബ്രാഞ്ച് IDGPയെ കണ്ട് വ്യക്തിപരമായി ആവശ്യപ്പെടാനും അവർ നൽകിയ, അതായത് ആക്ഷൻ കൗൺസിൽ നൽകിയ കത്തും എൻ്റെ റിക്വസ്റ്റ് ലെറ്ററും ശ്രീ വിക്രമിനെ ഈ കേസന്വേഷണത്തിന് അഡീഷണൽ ചാർജ് കൊടുത്ത് അദ്ദേഹത്തിന് ഇത് ഏൽപ്പിക്കണമെന്ന റിക്വസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അല്ല, അത് മേധാവിക്ക് ഒറ്റക്ക് അത് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വരണം. അദ്ദേഹം വിക്രമിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വിക്രം, സത്യസന്ധനാണ് എന്ന അഭിപ്രായം തന്നെയാണ് IDGPക്കുമുള്ളത്. അതുകൊണ്ട് അത് പോസിറ്റീവായ തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇദ്ദേഹം തന്നെ അന്വേഷിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ പറയുമ്പോൾ ഇതിൽ ഈ അന്വേഷണത്തിൽ വല്ല അട്ടിമറിയും നടക്കുമെന്ന് ആ കുടുംബവും ആക്ഷൻ കൗൺസിലും ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുള്ളത്.